പ്രേക്ഷകരെ, നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെട്ടികുളങ്ങര പഞ്ചായത്തിൽ 7-ാം വാർഡിലെ ഹൈടെക് പാലത്തിൻ്റെയും ഹൈടെക് കോൺക്രീറ്റ് റോഡിൻ്റെയും അതിമനോഹരമായ സ്ട്രോങ് ദൃശ്യങ്ങളാണ്. എളമ്പള്ളിൽ ചെട്ടികുളങ്ങര പഞ്ചായത്തിൽ 7-ാം വാർഡിൽ എളമ്പള്ളിൽ ജംഗ്ഷനിൽ നിന്നും വടക്കോട്ട് വന്ന് ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിലേക്ക് പോകുവാനുള്ള ക്രോസ് കട്ട് വഴിയുടെ ദൃശ്യങ്ങളാണ്. അതിമനോഹരമായ പാലം. 20 ടൺ കപ്പാസിറ്റിയുള്ള ലോറി ഭാരം കയറ്റി വന്നാലും ചലിക്കാത്ത ഡബിൾ സ്ട്രോങ് പാലം. ഈ പാലത്തിൻ്റെ നിർമ്മാണം ചെയ്തിരിക്കുന്നത് മുള്ളിക്കുളങ്ങരയുള്ള ആനന്ദരാജൻ എന്ന് പറയുന്ന സത്യസന്ധനായ കോൺട്രാക്ടർ. ഇദ്ദേഹത്തിൻ്റെ പണി സ്ട്രോങ് ആയിട്ടും ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ ജനങ്ങൾക്ക് വേണ്ടി സമർപ്പണ ബോധത്തോടുകൂടി അദ്ദേഹം പണി പൂർത്തിയാക്കി തന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യമാണ് ഇന്നിതിൻ്റെ ഫിനിഷിംഗ് പോയിൻ്റാണ്. ഈ പാലവും റോഡും ചെട്ടികുളങ്ങര പഞ്ചായത്തിൽ 7-ാം വാർഡിലെ ആളുകളുടെ ചിരകാല സ്വപ്നമായിരുന്നു. വർഷങ്ങളായി നടവരമ്പിലും വെള്ളത്തിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന 7-ാം വാർഡിലെ ആളുകൾക്ക് ഇതൊരു അനുഗ്രഹമായി തന്നെ തീർന്നു എന്ന് ദൈവനാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ റോഡിന് വേണ്ടി സ്ഥലം സമർപ്പിച്ച ആനന്ദൻ ചേട്ടനെയും ഈ അവസരത്തിൽ ഞാൻ ഹൃദയപൂർവ്വം നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ ഈ റോഡ് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പ്രവർത്തിച്ച രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതിമനോഹരമായ സത്യം. ഗ്രാമപഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും 10 ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്തിൻ്റെയും എടുത്ത് അതിമനോഹരമായി നിർമ്മിച്ച പാലത്തിൻ്റെ മനോഹര ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഈ കാണുന്നത്. കണ്ടില്ലേ, മനോഹരമായ ദൃശ്യങ്ങൾ. ഈ റോഡിൽ ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവവുമായി ബന്ധപ്പെട്ട് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ ബൈപ്പാസ് റോഡായി ഉപയോഗിക്കാം. ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള 5 പുറിക്കട ജംഗ്ഷനിൽ നിന്നും നേരെ തെക്കോട്ട് വന്ന എളമ്പള്ളി ജംഗ്ഷനിൽ കയറിയാൽ മുള്ളിക്കുളങ്ങര പല്ലാരിമംഗലം വളഞ്ഞ നടക്കാവ് ഭഗവതിപ്പടി കാക്കനാട് വരെ മെയിൻ റോഡിൽ ടച്ച് ചെയ്യാതെ 1 മണിക്കൂർ ചെയ്യുന്ന യാത്ര 5 മിനിറ്റ് കൊണ്ട് നിഷ്പ്രയാസം ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിൽ എത്താൻ കഴിയും. മനോഹരമായ ഹൈടെക് റോഡ്, ഇതുപോലുള്ള ഒരു മനോഹരമായ പാലവും റോഡും എൻ്റെ ജീവിതത്തിൽ സ്ട്രോങ് ആയിട്ട് പണിഞ്ഞത് ഞാൻ കണ്ടിട്ടേയില്ല. ഞാൻ നേരിൽ കണ്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെക്കുന്നത്. പ്രേക്ഷകരെ, ഇനിയും കണ്ടുമുട്ടുന്നതിനേക്കും ബൈ.